കഴിഞ്ഞ 10-15 കൊല്ലമായി എല്ലാ ദിവസവും മർദ്ദനമേൽക്കുന്ന ഭാര്യമാരുള്ള വീടുകൾ ഇന്നും ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. അവരത് മിണ്ടില്ല. അച്ഛനോടോ അമ്മയോടോ പോയിട്ട് ഈ ലേഡി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചുമുണ്ട് കേട്ടോ, ഞാൻ ഏതെങ്കിലും ഒരു സൈഡ് പറയുന്നു എന്ന് മാത്രം. അച്ഛനോ അമ്മയോടോ പോയിട്ട് ഈ പെൺകുട്ടിയോ മറ്റോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും ജീവിച്ചിട്ടുള്ളത്, ജീവിക്കാൻ പറയും. പിന്നെ അവർക്ക് സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് തല്ലിയ തിരിച്ച് തല്ലണമെന്നേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഒരു കേസ് ഫയൽ ചെയ്യൂ ഭർത്താവിനെതിരെ, തല്ലുകൊണ്ടിട്ട് കിടക്കരുത്. ശരീരത്തിൽ കൈവയ്ക്കാൻ ആർക്കും അധികാരമില്ല, ഭർത്താവാണെങ്കിലും അധികാരമില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വിവാഹം കഴിയുന്നതോടുകൂടെ ഒരാൾ ആരെയും വിലയ്ക്ക് വാങ്ങുന്നൊന്നുമില്ല. അവിടെ വ്യക്തി സ്വാതന്ത്ര്യവുമുണ്ട്. 2 ഐഡൻറ്റിറ്റി ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, മറ്റൊന്ന് കപ്പിൾ ഐഡൻറ്റിറ്റി. കപ്പിൾ ഐഡൻറ്റിറ്റി നമുക്ക് വേണം, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയും വേണം. അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലായാൽ കപ്പിൾ ഐഡൻറ്റിറ്റി കട്ട് ചെയ്ത് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയിലേക്ക് വരണം. ആ തിരിച്ചറിവ് നമുക്ക് വേണം. ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒന്ന് ജനറലി ഒരാൾ പ്രതിസന്ധിയിലും വിഷമത്തിലും ആയിരിക്കുന്ന സമയത്ത് അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനി ആരെടുത്തും പോയിട്ട് ഒരു അഡ്വൈസ് എടുത്താൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോ, കൊളാക്കല്ലേ, കുടുംബമാണ്, കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ പറയും. ഈ വ്യക്തിയെക്കുറിച്ച് ആരാ ചിന്തിക്കുക? തല്ലുകൊള്ളുന്ന വ്യക്തിയെക്കുറിച്ച് ആരാ ചിന്തിക്കുക? ഞാൻ ചിന്തിക്കും. ആദ്യം നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ സേഫായി ചിന്തിക്കൂ. അതിനുശേഷം സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കൂ. അതിനുശേഷം നിങ്ങൾ നിയമത്തെക്കുറിച്ച് പഠിക്കൂ, ഒരു ലീഗൽ അഡ്വൈസ് എടുക്കൂ. എന്നിട്ട് കംപ്ലീറ്റ് എല്ലാ സൈഡും വളഞ്ഞ് പുള്ളിക്കെതിരെ ഒറ്റ അറ്റാക്ക്, നിയമപരമായ ഒരു അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഇത് അല്ലാതെ അവിടെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉപദേശങ്ങളല്ല വേണ്ടത്. തീർച്ചയായിട്ടും.